അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി വഹ്ദ വസ്സലാത്തു വസ്സലാമു അലാ മൻ ലാ നബിയ്യ ബഅദ. പ്രിയ സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, വഹീഖുൽ ഖുർആനിന്റെ മൂന്നാമത്തെ സെഷനിലെ 24ാമത്തെ ക്ലാസ്സിലാണ് നാം ഉള്ളത്. സൂറത്തുൽ അഅലയിലെ 4 മുതൽ 8 വരെയുള്ള ആയത്തുകളാണ് ഇന്ന് നാം പഠിക്കുന്നത്. ആദ്യമായി അതിന്റെ ഖിറാഅത്ത് ഒന്ന് നോക്കാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. والذي أخرج المرعى فجعله غثاء نحوا سنقرئك فلا تنسى إلا ما شاء الله إنه يعلم الجهر وما يخفى ونيسرك لليسرى. ഇനി നമുക്കതിലെ 4-5 ആയത്തുകളുടെ അർത്ഥം നോക്കാം. വല്ലദീ അഖ്റജൽ മർഅ, ആയത്തിന്റെ അർത്ഥം മേച്ചിൽ സ്ഥാനം അഥവാ സസ്യലതാദികളെ ഉൽപ്പാദിപ്പിച്ചവനും. ഒന്നാമത്തെ ആയത്തിൽ പറഞ്ഞ സബ്ബിഹിസ്മ റബ്ബിക്കൽ അഅല എന്നതിലെ റബ്ബിലേക്കാണ് ഈ ഒരു വിശേഷണം ചേർക്കപ്പെടുന്നത്. അപ്പോ മേച്ചിൽ സ്ഥാനം അഥവാ സസ്യലതാദികളെ ഉൽപ്പാദിപ്പിച്ചവനുമായ നിന്റെ റബ്ബ്, ആ റബ്ബിന്റെ നാമത്തെ നീ പ്രകീർത്തിച്ചു കൊള്ളുക എന്ന് അതിലേക്ക് ചേർത്തിക്കൊണ്ടാണ് അർത്ഥം മനസ്സിലാക്കേണ്ടത്. വല്ലദീ അഖ്റജ എന്ന് പറഞ്ഞാൽ പുറപ്പെടുവിപ്പിച്ചവനായ. അൽ മർഅ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മേച്ചിൽ സ്ഥാനം അല്ലെങ്കിൽ സസ്യലതാദികൾ എന്നാണ്. അടുത്ത ആയത്ത് ഫജഅലഹു ഗുസാഅൻ അഹ്വാ, ആയത്തിന്റെ അർത്ഥം എന്നിട്ട് അതിനെ അവൻ ഒരു ചാമ്പൽ വർണ്ണമുള്ളതാക്കി ചവറാക്കി തീർക്കുകയും ചെയ്തു. അഥവാ ആ സസ്യലതാദികളെയാണ് ഉദ്ദേശിക്കുന്നത്. ഫജഅലഹു എന്നിട്ട് അതിനെ ആക്കി, ആ സസ്യലതാദികളെ ആക്കി. ഗുസാഅൻ ചവറാക്കി അഥവാ ഉണങ്ങിയതാക്കി. അഹ്വ എന്ന് പറഞ്ഞാൽ ചാമ്പൽ വർണ്ണമുള്ളത് അല്ലെങ്കിൽ ഒരു ഇരുണ്ട കളറുള്ളത് എന്നാണ്. ഇനി നമുക്കതിന്റെ വിശദീകരണത്തിലേക്ക് കടക്കാം. ഇമാം തബരി റഹിമഹുല്ലാഹ് പറയുന്നു, വഖൗലുഹു വല്ലദീ അഖ്റജൽ മർഅ എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അഖ്റജ മിനൽ അർളി മർഅൽ അൻആം മിൻ സുനൂഫിൻ നബാതി വ അൻവാഇൽ ഹശീഷ്, പുല്ലുകളായിക്കൊണ്ടും അതേപോലെ തന്നെ സസ്യങ്ങളായിക്കൊണ്ടും ഭൂമിയിൽ നിന്നും പുറത്തേക്ക് പുറപ്പെട്ടു വരുന്ന ഏതൊക്കെ ചെടികളുണ്ടോ, ഏതൊക്കെ മേച്ചിൽ പുറങ്ങളുണ്ടോ അതൊക്കെ ഈ ഒരു ഗണത്തിൽ വരുന്നതാണ്. അതാണ് ഇവിടെ മർഅ എന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ശേഷം ഫജഅലഹു ഗുസാഅൻ നഹ്വ എന്ന് പറഞ്ഞത് അങ്ങനെ ഭൂമിയിൽ നിന്ന് പുറത്തു വരുന്ന ആ ചെടികളെല്ലാം പച്ചപ്പുള്ളതാണ് അഥവാ പച്ച കളറുള്ളതും പച്ചപ്പുള്ളതുമാണ്. ശേഷം പിന്നീട് റബ്ബ് സുബ്ഹാനഹു വ തആല അതിനെ ഉണങ്ങിയതാക്കി മാറ്റുന്നു. അത് ഫതറത് ബിഹി റിഹു, അത് കേവലം ചെറിയൊരു കാറ്റ് വരുമ്പോഴേക്കും അത് പാറിപ്പോകുമാറ് അത്രയും ഉണങ്ങിയതായി മാറുന്നു. അതങ്ങനെ ഉണങ്ങി എത്രത്തോളം ഉണങ്ങുമെന്ന് പറഞ്ഞാൽ അത് ഒരു ഹൗവത്തായി, അഹ്വ എന്ന് പറഞ്ഞതുപോലെ ഇരുണ്ട കളറുള്ള അല്ലെങ്കിൽ ഒരു ചാമ്പൽ വർണ്ണമായ അത്രത്തോളം അത് ചാമ്പലായി മാറുന്നു, അത്രയും അത് ഉണങ്ങിപ്പോകുന്നു എന്നാണ് ആ ആയത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്. ഇമാം ഖുർതുബി റഹിമഹുല്ലാഹ് പറയുന്നു, അന്നഹു സാറ കദാലിക ബഅദ ഖുദ്റതിഹി, കാരണം അത് ആദ്യം അത് പച്ചപ്പുള്ളതായി വരുമ്പോൾ അതിന്റെ ഒരു ഭംഗിയും അതെല്ലാം തന്നെ മനുഷ്യനെ അത്ഭുതപ്പെടുത്തുന്നുണ്ട്. അത്രയും സൗന്ദര്യത്തോടെയും അത്രയും ഭംഗിയോടെയും ഭൂമിയിൽ നിന്ന് പുറത്തു വരുന്ന ആ ചെടികൾ, ആ ഭംഗി ഒരിക്കലും തന്നെ നിലനിൽക്കുന്നില്ല എന്നതാണ്. മറിച്ച് അത്രയും പച്ചപ്പുള്ള ആ ചെടികൾ അത് ഇതായ ബിസ ഇസ്വദ്ദ, അത് ഉണങ്ങിക്കഴിഞ്ഞാൽ പാടെ കറുപ്പുള്ളതും അല്ലെങ്കിൽ ചാമ്പൽ വർണ്ണമുള്ളതുമായി മാറുകയാണ് ചെയ്യുന്നത്. ആ ചെടികൾ അത്രയും ഉണങ്ങിക്കരിഞ്ഞു പോകുന്നു എന്നാണ്. ഇത് യഥാർത്ഥത്തിൽ വഹുവ മസലുൻ ദറബഹുല്ലാഹു തആല ലിൽ കുഫാർ, കുഫാറുകളായുള്ള ആളുകൾക്ക് റബ്ബ് സുബ്ഹാനഹു വ തആല നൽകുന്ന ഏറ്റവും വലിയൊരു ഉദാഹരണം കൂടിയാണ്. കാരണം ലിദഹാബിദ് ദുനിയ ബഅദ നദാറതിഹാ, ഈ ദുനിയാവിലെ സൗന്ദര്യവും അതിലുള്ള പളവളപ്പുമെല്ലാം കണ്ട് അത് തന്നെയാണ് എല്ലാം എന്ന് ഗണിച്ചുകൊണ്ട് ജീവിക്കുന്ന, അള്ളാഹുവിൽ നിഷേധിക്കുകയും ആരാധനകൾ പാടെ വെടിയുകയും ചെയ്യുന്ന സത്യനിഷേധികളായുള്ള ആളുകൾക്ക് അള്ളാഹു നൽകുന്ന ഏറ്റവും വലിയ ഉപമ തന്നെയാണ് ഈ ഒരു വചനങ്ങളിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പൊ എത്രയോ വലിയ ഭംഗിയുള്ളതായിക്കൊണ്ട്, എത്രയോ നല്ല സൗന്ദര്യമുള്ളതായിക്കൊണ്ട് നാം വിചാരിക്കുന്ന ഈ ഭൗതിക ലോകം അത് തീർത്തും ഇല്ലാതാകുന്നതാണ്. ഏതുപോലെ എന്നാൽ നാം ഈ ആയത്തിൽ പറഞ്ഞ ആ ചെടികൾ ഉണങ്ങി ചാമ്പലായി പോകുമാറ് ദുനിയാവിലെ എല്ലാവിധ സൗകര്യങ്ങളും ഇല്ലാതാകുന്നതാണ് എന്ന ബോധം ഈ വചനങ്ങൾ പാരായണം ചെയ്യുമ്പോൾ നമുക്കുണ്ടായിരിക്കേണ്ടതുണ്ട്.
അപ്പോ അതിന്റെ സൗന്ദര്യത്തിൽ മുഴുകിക്കൊണ്ട് അതിലുള്ള ആസ്വാദനങ്ങൾ മാത്രം ആസ്വദിച്ചുകൊണ്ട് ജീവിക്കുന്ന മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം ആ ദുനിയാവ് നശിക്കുന്നതിന്റെ കൂടെ തന്നെ അവരുടെ ആസ്വാദനങ്ങളും നശിച്ചു പോകുന്നതായിരിക്കും എന്നാണ് ഈ വചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. ഇനി 6ാമത്തെ ആയത്തിലേക്ക് കടക്കാം. സനഖ്രിഉക ഫലാ തൻസ. അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകനോടായിക്കൊണ്ട് അഭിസംബോധന ചെയ്യുകയാണ്. നിനക്ക് നാം ഓതിത്തരാം, അതിനാൽ നീ മറന്നു പോകുന്നതല്ല. സനുഖ്രിഉക, നിനക്ക് നാം ഓതിത്തരാം. ശേഷം ഫലാ തൻസ, അതിനാൽ നീ മറക്കുകയില്ല. 7ാമത്തെ ആയത്ത് ഇല്ലാ മാഷാ അല്ലാഹ് ഇന്നഹു യഅലമുൽ ജഹ്റ വമാ യഖ്ഫാ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഉദ്ദേശിച്ചതൊഴികെ തീർച്ചയായും അവൻ പരസ്യവും അവ്യക്തമായിരിക്കുന്നതും അറിയുന്നതാകുന്നു. അപ്പോ 6ാമത്തെ വചനത്തിലേക്ക് ചേർത്തിക്കൊണ്ടാണ് ഇല്ലാ മാഷാ അല്ലാ എന്നതിന്റെ അർത്ഥം നാം മനസ്സിലാക്കേണ്ടത്. നിനക്ക് നാം ഓതിത്തരാം, അതിനാൽ നീ മറന്നു പോകുന്നതല്ല എന്ന് പറഞ്ഞു. എന്നിട്ട് ഇല്ലാ മാഷാ അല്ലാ എന്ന് പറഞ്ഞാൽ അള്ളാഹു ഉദ്ദേശിച്ചതൊഴികെ. ഇല്ല എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒഴികെ എന്ന അർത്ഥമാണ്. മാഷാ അല്ലാ, അള്ളാഹു ഉദ്ദേശിച്ചത്. അപ്പോ അള്ളാഹു ഉദ്ദേശിച്ചതൊഴികെ നീ മറന്നു പോവുകയില്ല എന്നാണ്. ഇന്നഹു, തീർച്ചയായും അവൻ അള്ളാഹു സുബ്ഹാനഹു വ തആല യഅലമു, അറിയുന്നവനാണ്, അൽ ജഹ്റ, പരസ്യത്തെ അഥവാ ഉറക്കെയുള്ള കാര്യങ്ങൾ. പൊതുവായി എല്ലാവരും അറിയുന്ന പരസ്യങ്ങൾ അള്ളാഹു അറിയുന്നവനാണ്. വമാ, മറ്റു കാര്യങ്ങളും അഥവാ എന്താണെന്ന് വെച്ചാൽ യഖ്ഫ, അവ്യക്തമാകുന്ന രഹസ്യമായിരിക്കുന്ന കാര്യങ്ങളും അള്ളാഹു സുബ്ഹാനഹു വ തആല അറിയുന്നവനാകുന്നു എന്നാണ്. ഇബ്നു കസീർ റഹ്മഹുല്ലാ വിശദീകരിച്ചത് പ്രകാരം നമുക്ക് വായിക്കാം. സനുഖ്രിഉക എന്നതുകൊണ്ട് അഭിസംബോധന നടത്തപ്പെടുന്നത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടാണ്. അപ്പൊ സനുഖ്രിഉക യാ മുഹമ്മദ്, പ്രവാചകരെ താങ്കൾക്ക് നാം ഓതിത്തരാം, അതിനാൽ തന്നെ ഫലാ തൻസ, താങ്കൾ മറന്നു പോവുകയില്ല. വഹാദ ഇഖ്ബാറുൻ മിനല്ലാഹ്, ഇത് അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്നുള്ള ഒരു അറിയിപ്പാണ്, അല്ലാഹുവിൽ നിന്നുള്ള ഒരു വാഗ്ദാനം കൂടിയാണ്. എന്താണ് വാഗ്ദാനം എന്ന് വെച്ചാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകൻക്ക് ഓതിക്കൊടുത്തു കഴിഞ്ഞാൽ അത് ഒരിക്കലും തന്നെ പ്രവാചകൻ മറന്നു പോവുകയില്ല എന്നതാണ് ആ വാഗ്ദാനം. അപ്രകാരം തന്നെയാണ് ഭൂരിഭാഗം മുഫസ്സിരീങ്ങളും രേഖപ്പെടുത്തിയിട്ടുള്ളത്. പ്രത്യേകിച്ച് ഇമാം ഇബ്നു ജരീർ അത്തബരി റഹ്മഹുല്ലയും ഇതേ രീതിയിൽ തന്നെയാണ് വിശദീകരിച്ചിട്ടുള്ളത്. ഇനി ഇമാം ഖത്താദ റഹ്മഹുല്ല പറയുന്നുണ്ട്, കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലാ യൻസാ ശൈഅൻ ഇല്ലാ മാഷാ അല്ലാഹ്. ഈ ആയത്തിനെ ആസ്പദമാക്കിക്കൊണ്ട് മനസ്സിലാക്കുകയാണെങ്കിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അള്ളാഹു ഉദ്ദേശിച്ച കാര്യങ്ങളല്ലാത്ത ബാക്കിയുള്ള കാര്യങ്ങളൊന്നും തന്നെ മറന്നു പോവുകയില്ല എന്നുള്ളതാണ്. അത് പ്രവാചകന്റെ ഒരു പ്രത്യേകത കൂടിയാണ്, മുഅ്ജിസത്ത് കൂടിയാണ്. ഇനി ആധുനിക പണ്ഡിതനായ ഇബ്നു ഉസൈമീൻ റഹ്മഹുല്ല വിശദീകരിച്ചത് പ്രകാരം നമുക്ക് വായിക്കാം. وكان الرسول عليه الصلاة والسلام يتعجل إذا جاء جبريل يلقي عليه الوحي. ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം വഹയുമായി കൊണ്ട് വന്നു കഴിഞ്ഞാൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ധൃതി പിടിക്കാറുണ്ടായിരുന്നു എന്നാണ്. അഥവാ പെട്ടെന്ന് മനഃപ്പാടമാക്കുവാൻ വേണ്ടി പ്രവാചകൻ ധൃതി പിടിക്കാറുണ്ടായിരുന്നു, ഇങ്ങനെ ആവർത്തിച്ച് ഓതാറുണ്ടായിരുന്നു എന്നാണ്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സൂറത്തുൽ ഖിയാമയിലെ 16 മുതലുള്ള വചനങ്ങൾ നമുക്ക് കാണാം. സൂറത്തുൽ ഖിയാമയിലെ 16 മുതൽ 19 വരെയുള്ള വചനങ്ങൾ ലാ തുഹദ്ദിക് ബിഹി ലിസാനക ലിതഅജല ബി. പ്രവാചകരെ താങ്കൾ ധൃതിപ്പെട്ട് മനഃപ്പാടമാക്കുവാൻ വേണ്ടി താങ്കൾ ഇങ്ങനെ നാവ് കൊണ്ട് ചലിപ്പിക്കേണ്ട ആവശ്യമില്ല. ഇന്ന അലൈന ജംഅഹു വ ഖുർആനഹു, തീർച്ചയായും വിശുദ്ധ ഖുർആൻ ക്രോഡീകരിക്കലും അത് പാരായണം ചെയ്യലും നമ്മുടെ ബാധ്യതയാണ്. ഫഇദാ ഖറഅനാഹു ഫത്തബിഅ ഖുർആന, നാം അത് പാരായണം ചെയ്തു തരുമ്പോൾ താങ്കൾ അതിന്റെ ഓത്ത് പിൻപറ്റുക, താങ്കൾ അതിന്റെ ഓത്തിന്റെ കൂടെ ഓതുക. സുമ്മ ഇന്ന അലൈന ബയാന, പിന്നെ അത് വിശദീകരിക്കലും നമ്മുടെ ബാധ്യതയാണ് എന്നിങ്ങനെ ആ വചനങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും. അതിനുശേഷം പിന്നീട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം വഹയുമായി വന്ന് അത് ഖിറാഅത്ത് ചെയ്തു തരുമ്പോൾ ശ്രദ്ധിച്ച് കേൾക്കാറായിരുന്നു, മൗനം പാലിക്കലായിരുന്നു ഉണ്ടായിരുന്നത് എന്നാണ്. ഇവിടെ ഈ ഒരു സന്ദർഭത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് സനഖ്രിഉക ഫലാ തൻസ, പ്രവാചകരെ താങ്കൾക്ക് നാം ഓതി കേൾപ്പിക്കാം, താങ്കൾ മറന്നു പോവുകയില്ല. ഇല്ല മാഷാ അല്ലാഹ്, അള്ളാഹു ഉദ്ദേശിച്ചതല്ലാതെ. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല ഉദ്ദേശിച്ചതായ ചില കാര്യങ്ങൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മറന്നു പോകാറുണ്ട്, അല്ലെങ്കിൽ പ്രവാചകനെ അള്ളാഹു സുബ്ഹാനഹു വ തആല മറവി ആ വിഷയങ്ങളിൽ നൽകാറുണ്ട് എന്നതാണ്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് സൂറത്തുർ റഅദിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല 39ാമത്തെ വചനത്തിൽ പറയുന്നത് യംഹുല്ലാഹു മാ യശാഉ വയുസ്ബിത്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ മായ്ച്ചു കളയുന്നതാണ്, അള്ളാഹു ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ സ്ഥിരപ്പെടുത്തുന്നതുമാണ്. അതേപോലെ തന്നെ സൂറത്തുൽ ബഖറയിലെ 106, 107 വചനങ്ങളിൽ നമുക്ക് കാണാം മാ നൻസഖ് മിൻ ആയത്തിൻ ഔ നുൻസിഹാ
നഅതി ബിഖൈരിൻ മിൻഹാ ഔ മിസ്ലിഹാ അലം തഅലം അന്നല്ലാഹ അലാ കുല്ലി ഷൈഇൻ ഖദീർ. അഥവാ അല്ലാഹു സുബ്ഹാനഹു വ തആല ഏതെങ്കിലും ഒരു വചനം, ഏതെങ്കിലും ഒരു ആയത്ത് അത് ഗോപ്യമാക്കുകയോ അല്ലെങ്കിൽ മായ്ച്ചു കളയുകയോ അതിന്റെ വിധി ദുർബലമാക്കുകയോ ചെയ്തിട്ടുണ്ട് എങ്കിൽ അതിനേക്കാൾ ഉത്തമമായതോ അതില്ലെങ്കിൽ അതിന് തത്തുല്യമായതോ റബ്ബ് സുബ്ഹാനഹു വ തആല കൊണ്ടുവരുന്നതായിരിക്കും. അലം തഅലം അന്നല്ലാഹ അലാ കുല്ലി ഷൈഇൻ ഖദീർ. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ കാര്യങ്ങൾക്കും കഴിവ് ഉള്ളവനാണ് എന്ന കാര്യം താങ്കൾക്കറിയില്ലേ എന്ന് ഒരു ചോദ്യം അവിടെ ഉന്നയിക്കുന്നതായി കൊണ്ട് കാണാൻ കഴിയും. അപ്പൊ ചില കാര്യങ്ങൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ അള്ളാഹു മറവിയുണ്ടാക്കാറുണ്ട് എന്ന് സൂറത്തുൽ റഅദിലെ 39-ാമത്തെ ആയത്തും സൂറത്തുൽ ബഖറയിലെ 106-ാമത്തെ ആയത്തും വെച്ചുകൊണ്ട് നമുക്ക് മനസ്സിലാക്കാം. അപ്പൊ വിശുദ്ധ ഖുർആനിലെ ഏതെങ്കിലും ഒരു വചനം, നിലവിലുള്ള ഏതെങ്കിലും ഒരു വചനം പെട്ടെന്ന് പ്രവാചകൻ മറന്നു പോവുകയാണെങ്കിൽ അത് പെട്ടെന്ന് തന്നെ ഓർത്തെടുക്കുവാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് കഴിയാറുണ്ടായിരുന്നു എന്ന് ഈ വചനത്തിന്റെ വിശദീകരണത്തിൽ ഉസൈമീൻ റഹ്മത്തുള്ളാഹി രേഖപ്പെടുത്തുന്നുണ്ട്. ഈ ആയത്തിന്റെ അവസാന ഭാഗത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്ന കാര്യം ഇന്നഹു യഅലമുൽ ജഹ്റ വമാ യഖ്ഫാ എന്നാണ്. യഅലമുൽ ജഹ്റ എന്ന് പറഞ്ഞാൽ ഇന്നല്ലാഹ തആല യഅലമുൽ ജഹ്റ മാ യജ്ഹറു ബിഹിൽ ഇൻസാൻ വയതകല്ലം ബിഹി മസ്മൂഅൻ. അഥവാ മനുഷ്യൻ ഉച്ചത്തിൽ സംസാരിക്കുന്ന കാര്യങ്ങൾ, അതല്ലെങ്കിൽ മനുഷ്യൻ തൊട്ടു അടുത്തുള്ള ആളുകളോട് സ്വകാര്യം പറയുന്നതോ മെല്ലെ സംസാരിച്ച് പറയുന്നതോ ആയിട്ടുള്ള കാര്യങ്ങൾ, അതെല്ലാം തന്നെ റബ്ബ് സുബ്ഹാനഹു വ തആല അറിയുന്നവനാണ് എന്നാണ്. വമാ യഖ്ഫ എന്ന് പറഞ്ഞാൽ മാ യകൂന ഖഫിയൻ ലാ യുദ്ഹർ ഫഇന്നല്ലാഹ യഅലമുഹു. മനുഷ്യൻ ആരോടും പറയാതെ മനസ്സിൽ ഗോപ്യമാക്കി അത്രയും രഹസ്യമാക്കി സൂക്ഷിച്ചു വെക്കുന്ന കാര്യങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല അറിയുന്നവനാണ് എന്നാണ്. സൂറത്തു ഖാഫിലെ 16-ാമത്തെ വചനത്തിൽ നമുക്ക് കാണാം വലഖദ് ഖലഖനൽ ഇൻസാന വനഅലമു മാ തുവസ്വിസു ബിഹി നഫ്സുഹു. മനുഷ്യനെ നാം ആണ് സൃഷ്ടിച്ചത്, അവന്റെ മനസ്സ് മന്ത്രിക്കുന്ന കാര്യങ്ങൾ നാം അറിയുന്നവനുമാണ് എന്ന് അള്ളാഹു പറയുന്നതായി കൊണ്ട് കാണാം. അപ്പൊ മനുഷ്യന്റെ രഹസ്യമായുള്ളതാണെങ്കിലും പരസ്യമായുള്ളതാണെങ്കിലും എല്ലാ കാര്യങ്ങളും റബ്ബ് സുബ്ഹാനഹു വ തആല കൃത്യമായി അറിയുന്നവനാണ്, മനസ്സിലാക്കുന്നവനാണ്, അത് രേഖപ്പെടുത്തുന്നവനാണ് എന്ന് അതിലൂടെ നമുക്ക് മനസ്സിലാക്കാം. ഇനി നമുക്ക് 8-ാമത്തെ വചനത്തിലേക്ക് പ്രവേശിക്കാം. വനിയസ്സിറുക ലിൽ യുസ്റാ. ആയത്തിന്റെ അർത്ഥം കൂടുതൽ സുഗമമായതിലേക്ക് നിനക്ക് നാം സൗകര്യപ്പെടുത്തി തരുന്നതുമാണ്. വനിയസ്സിറുക എന്ന് പറഞ്ഞാൽ നിനക്ക് നാം എളുപ്പമാക്കി തരും, അല്ലെങ്കിൽ നിനക്ക് നാം സൗകര്യപ്പെടുത്തുന്നതാണ്. ലിൽ യുസ്റ എന്ന് പറഞ്ഞാൽ കൂടുതൽ എളുപ്പമായതിലേക്ക്, കൂടുതൽ സുഗമമായതിലേക്ക്. ഇബ്നു കസീർ റഹ്മഹുല്ലാഹ് പറയുന്നു വനിയസ്സിറുക ലിൽ യുസ്റ എന്ന് പറഞ്ഞാൽ നുസഹിലു അലൈക അഫ്ആലൽ ഖൈരി വഅഖ്വാലഹു. പ്രവൃത്തിയാലാണെങ്കിലും സംസാരത്താലാണെങ്കിലും ഏറ്റവും ഖൈറായിട്ടുള്ളതിലേക്ക് റബ്ബ് സുബ്ഹാനഹു വ തആല താങ്കളെ എത്തിക്കുന്നതാണ്, പ്രവാചകനെ എത്തിക്കുന്നതാണ് എന്നാണ്. അതേപോലെ തന്നെ വനുശർഇഉ ലക ശർഅൻ സഹ്ലൻ സംഹൻ മുസ്തഖീമൻ അദ്ലൻ ലാ വിജാജ ഫീഹി വലാ ഹറജ വലാ ഉസ്റ. ഒരു പ്രയാസവും ഒരു ബുദ്ധിമുട്ടും ഇല്ലാത്ത വിധം മതനിയമങ്ങൾ അത്രയും ചൊവ്വായിട്ടുള്ളതും എളുപ്പമായിട്ടുള്ളതുമാക്കി നിശ്ചയിച്ചു തരുന്നതാണ് എന്ന ആശയം കൂടി അതിലൂടെ മനസ്സിലാക്കാം. അപ്പൊ ഒരു വളവോ തിരിവോ ഇല്ലാത്ത വിധം പരിപൂർണമായും നീതിയുക്തമായി ചൊവ്വായ രീതിയിൽ മതനിയമങ്ങൾ റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് വേണ്ടി നിശ്ചയിച്ചു തരുന്നതാണ്. ആ മതനിയമങ്ങൾ അത്രയും എളുപ്പമുള്ളത് തന്നെയാണ്. അത് നമ്മുടെ മനസ്സിന്റെ കുടുസത കൊണ്ടും അലസത കൊണ്ടുമാണ് പ്രയാസമുള്ളതും ഭാരമുള്ളതുമായി കൊണ്ട് നമുക്ക് അനുഭവപ്പെടുന്നത് എന്നാണ്. ഇബ്നു ഉസൈമീൻ റഹ്മഹുള്ളയുടെ വിശദീകരണം കൂടി വായിച്ച് നമുക്ക് അവസാനിപ്പിക്കാം. വനിയസ്സിറുക ലിൽ യുസ്റ എന്ന് പറഞ്ഞാൽ വഹാദാ ഐദൻ വഅദു മിനല്ലാഹി അസ്സ വജൽ ലിറസൂലിഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അഥവാ ഇതും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്ന ഒരു ഓഫറാണ്, അല്ലെങ്കിൽ ഒരു വഅദാണ്, ഒരു വാഗ്ദാനമാണ്. എന്താണ് ഇവിടെ യുസ്റ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? അവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകന്റെ ജീവിതത്തിൽ എളുപ്പം നൽകുന്നതാണ്. അതേപോലെ തന്നെ പ്രവാചകന്റെ മതനിയമങ്ങൾ പ്രവാചകന് വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂലിന്റെ ഉമ്മത്തിന് വേണ്ടിയും ഇറക്കിക്കൊടുത്ത നിയമങ്ങൾ അതും അല്ലാഹു എളുപ്പമാക്കി കൊടുക്കുന്നതാണ്. ഇത് യഥാർത്ഥത്തിൽ അല്ലാഹു പ്രവാചകന് നൽകുന്ന ഒരു വാഗ്ദാനം കൂടിയാണ്. അപ്പോ 2 വാഗ്ദാനങ്ങളാണ് ഈ ഒരു 3-4 വചനങ്ങളിലൂടെ നാം മനസ്സിലാക്കിയത്. അപ്പോ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അല്ലാഹു നൽകുന്ന 2 വാഗ്ദാനങ്ങളാണ് ഈ ഒരു 3-4 വചനങ്ങളിലൂടെ നാം മനസ്സിലാക്കിയത്. ഒന്നാമത്തേത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പെട്ടെന്ന് മറന്നു പോവുകയില്ല എന്നതാണ്. രണ്ടാമത്തേത് പ്രവാചകന്റെ മതനിയമങ്ങൾ, പ്രവാചകന്റേതായുള്ള കാര്യങ്ങളെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല എളുപ്പമാക്കി കൊടുത്തിട്ടുണ്ട് എന്നതാണ്.
ഇനി ഉസൈമീൻ റഹ്മഹുല്ല ആ യുസ്റിനെ സംബന്ധിച്ച് പറയുന്നുണ്ട്. എന്താണ് ഇവിടെ യുസ്ർ, എന്താണ് എളുപ്പം, അതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? അൽ യുസ്ര എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അൻ തകൂന ഉമൂറുഹു മുയസ്സറതൻ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല ഒന്നിനു പിറകെ ഒന്നായിക്കൊണ്ട് എല്ലാം എളുപ്പമാക്കി കൊടുത്തു എന്നതാണ്. വലാ സിയമാ ഫീ തഅത്തില്ലാഹി അസ്സ വജൽ, പ്രത്യേകിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ആരാധിക്കുവാനുള്ള കാര്യങ്ങൾ, ആ ഒരു വിഷയങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ കാര്യങ്ങളും പ്രവാചകൻ അല്ലാഹു എളുപ്പമാക്കി കൊടുത്തു എന്നതാണ്. അപ്പോൾ അള്ളാഹുവിനെ ആരാധിക്കുന്ന, അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ജീവിതത്തിൽ റബ്ബ് സുബ്ഹാനഹു വ തആല അവന് എളുപ്പങ്ങൾ കാണിച്ചു കൊടുക്കും എന്ന ഏറ്റവും വലിയൊരു സന്ദേശം ഈ ഒരു വചനത്തിലൂടെ നമുക്ക് ലഭിക്കുന്നുണ്ട്. അതായത് അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കുവാൻ ആഗ്രഹിക്കുകയും അതിനുവേണ്ടി കഷ്ടപ്പെടുകയും ചെയ്യുന്ന ആളുകൾക്ക് ജീവിതത്തിൽ അള്ളാഹു എളുപ്പങ്ങൾ അവന്റെ മുന്നിൽ സമ്മാനിക്കുന്നതായിരിക്കും. അത് ഭൗതിക ജീവിതവും എളുപ്പമായിരിക്കും, പാരത്രിക ലോകത്തേക്കുള്ള ആരാധനകളും ഇബാദത്തുകളും അവന് എളുപ്പമായിരിക്കും എന്നാണ്. എന്നാൽ ഒക്കെ അങ്ങനെ എളുപ്പമായിക്കോളും എന്ന് വിചാരിച്ച് മൗനം പാലിച്ചിരിക്കുകയും പ്രവർത്തിക്കാതിരിക്കുകയും ചെയ്താൽ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു ഹദീസ് അവിടെ ഉദ്ധരിക്കുന്നതായി കാണാൻ കഴിയും. ഒരിക്കൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വഹാബത്തിനോടായിക്കൊണ്ട് പറഞ്ഞു, മാ മിൻ അഹദിൻ മിനൻ നാസ് ഇല്ലാ വഖദ് കുതിബ മഖഅദുഹു മിനൽ ജന്നതി വമഖഅദുഹു മിനൻ നാർ. ഒരിക്കൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വഹാബത്തിനോടായിക്കൊണ്ട് പറഞ്ഞു, ലോകത്തുള്ള ഓരോ മനുഷ്യർക്കും റബ്ബ് സുബ്ഹാനഹു വ തആല നരകക്കാരനാണ് എങ്കിൽ നരകത്തിൽ ഒരു സ്ഥാനവും, സ്വർഗക്കാരനാണ് എങ്കിൽ സ്വർഗത്തിൽ ഒരു സ്ഥാനവും അള്ളാഹു നിശ്ചയിച്ചു വെച്ചിട്ടുണ്ട് എന്ന്. ആ സന്ദർഭത്തിൽ സ്വഹാബത്ത് പ്രവാചകൻ അലൈഹിസ്സലാത്തു വസ്സലാമയോട് ചോദിച്ചു, പ്രവാചകരെ അങ്ങനെയാണ് എങ്കിൽ അഫലാ നദഉൽ അമൽ വനത്തക്കിൽ, ഞങ്ങൾ അങ്ങനെ പ്രവൃത്തിയൊന്നും ചെയ്യാതെ പണിയൊന്നും എടുക്കാതെ അങ്ങനെ ഒതുങ്ങിയിരുന്നാൽ പോരെ എന്ന് ചോദിച്ചു. ആ സന്ദർഭത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബത്തിനെ പഠിപ്പിച്ചു കൊടുക്കുകയാണല്ല, അങ്ങനെയല്ല, ഇഅ്മലു, നിങ്ങൾ പ്രവർത്തിക്കണം, ഫകുല്ലു മുയസ്സറുൻ ലിമാ ഖുലിക ലഹു, ആ പ്രവർത്തികൾക്കനുസരിച്ച് അവന്റെ ജീവിതത്തിൽ അവന് എളുപ്പം അള്ളാഹു നൽകുന്നതായിരിക്കും എന്നാണ്. അപ്പോ സൗഭാഗ്യം സിദ്ധിച്ച ആളുകളാണ് എങ്കിൽ ആ രീതിയിലുള്ള ജീവിതം റബ്ബ് സുബ്ഹാനഹു തആല അവന്റെ മുന്നിൽ തുറന്നു കൊടുക്കുന്നതായിരിക്കും. അതേപോലെ തന്നെ ശക്കാവത്തിന്റെ ആളുകളാണെങ്കിൽ, ദൗർഭാഗ്യത്തിന്റെ ആളുകളാണ് എങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങൾ അള്ളാഹു അവന്റെ ജീവിതത്തിൽ തുറന്നു കൊടുക്കുന്നതായിരിക്കും എന്നാണ്. എന്നിട്ട് ശേഷം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സൂറത്തുൽ ലൈലിലെ 5, 6, 7 വചനങ്ങൾ പാരായണം ചെയ്യുകയാണ്. ഫഅമ്മാ മൻ അഅ്താ വത്തഖ, ആരാണോ സൂക്ഷ്മത പുലർത്തുന്നത്, ദാനം ചെയ്യുകയും ചെയ്തത് ആരാണോ, വസദ്ദഖ ബിൽ ഹുസ്ന, ഏറ്റവും ഉത്തമമായതിനെ സത്യപ്പെടുത്തുകയും ചെയ്യുന്നത് ആരാണോ, ഫസനയസ്സിറുഹു ലിൽ യുസ്റ, അവന് നാം എളുപ്പത്തിലേക്ക് വഴി നടത്തുന്നതായിരിക്കും എന്ന്. ഈ ഒരു ഹദീസ് യഥാർത്ഥത്തിൽ ഖദറിനെ നിഷേധിക്കുന്ന ആളുകൾക്ക് പരിപൂർണമായുമുള്ളൊരു മറുപടിയാണ് നൽകുന്നത്. അതേപോലെ തന്നെ ഏതായാലും അല്ലാഹു സുബ്ഹാനഹു തആല എല്ലാം നിശ്ചയിച്ചിട്ടുണ്ടല്ലോ, അപ്പോ തെറ്റുകൾ എന്റെ ജീവിതത്തിൽ വരുന്നത് അല്ലാഹു തീരുമാനിച്ചതാണല്ലോ, ഇനി എനിക്കൊന്നും ചെയ്യാൻ കഴിയില്ലല്ലോ എന്ന് പറയുന്ന ആളുകൾക്കും അത്തരത്തിൽ വാദമുള്ളവർക്കും ഉള്ളൊരു മറുപടിയാണ് യഥാർത്ഥത്തിൽ ഈ ഹദീസ്. കാരണം അത് പരിപൂർണമായും തെറ്റാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, യഅ്മലു, നിങ്ങൾ പ്രവർത്തിക്കണം, ഫകുല്ലു മുയസ്സറുൻ ലിമാ ഖുലിക ലഹു, ആ പ്രവർത്തികൾക്കനുസരിച്ചായിരിക്കും ജീവിതത്തിൽ അല്ലാഹു സുബ്ഹാനഹു തആല യുസ്റുകൾ വാഗ്ദാനം ചെയ്യുന്നത് എന്നാണ്. അപ്പൊ ഒരാളും അയാൾ മെനക്കെടാതെ നന്മയിലേക്ക് എത്തിപ്പെടുന്നില്ല, ഒരാളും അയാൾ ചെയ്യാതെ തിന്മയിലേക്കും എത്തിപ്പെടുന്നില്ല. അതുകൊണ്ട് തന്നെ തിന്മയാണെങ്കിലും നന്മയാണെങ്കിലും ഓരോരുത്തരും പ്രവർത്തിക്കുമ്പോഴാണ് അതിലേക്ക് എത്തിപ്പെടുന്നത് എന്നതാണ് അതിന്റെ വാസ്തവം. അപ്പോൾ ഒരാൾ നിർബന്ധിതനായിക്കൊണ്ടൊരു തിന്മ ചെയ്യുകയാണ് എങ്കിൽ അയാളെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാം അയാൾക്ക് ശിക്ഷ വാഗ്ദാനം ചെയ്യുന്നില്ല, മറിച്ച് അയാൾക്ക് ആ സന്ദർഭത്തിൽ അവിടെ വിട്ടുവീഴ്ചയാണ് നൽകപ്പെടുന്നത്. ഇസ്ലാമിലെ ഏറ്റവും വലിയ തിന്മയാണ് കുഫ്ർ കാണിക്കുക എന്നുള്ളത്, ഷിർക്ക് കാണിക്കുക എന്നുള്ളത്. അത്തരത്തിൽ കുഫ്ർ ചെയ്യുന്ന വിഷയത്തിൽ പോലും വിശുദ്ധ ഖുർആൻ സൂറത്തുൻ നഹ്ലിലെ 106-ാമത്തെ വചനത്തിൽ നമുക്ക് കാണാം, അവിടെ അള്ളാഹു അവർക്ക് അഫ്വ കൊടുക്കും. മൻ കഫറ ബില്ലാഹി മിൻ ബഅദി ഈമാനിഹി, വിശ്വസിച്ച ശേഷം ഒരാൾ കുഫ്ർ ചെയ്യുകയാണ് എങ്കിൽ, ഇല്ലാ മൻ ഉക്രിഹ വഖൽബുഹു മുത്മഇന്നുൻ ബിൽ ഈമാൻ, അഥവാ നിർബന്ധിതനാക്കപ്പെട്ടുകൊണ്ടല്ല, മറിച്ച് അതല്ലാത്ത രീതിയിൽ ഒരാൾ കുഫ്ർ ചെയ്യുകയാണ് എങ്കിൽ, നിർബന്ധിതനാക്കപ്പെട്ടുകൊണ്ട് അവന്റെ ഹൃദയം ഈമാനിൽ അടിയുറച്ചു നിൽക്കുന്ന അവസ്ഥയിൽ അയാൾ കുഫ്ർ ചെയ്താൽ
അയാളുടെ മേൽ ശിക്ഷയുണ്ടായിരിക്കുന്നതല്ല. അതല്ലാത്ത അവസ്ഥയിൽ ഒരാൾ കുഫ്ർ ചെയ്യുകയാണ് എങ്കിൽ ഫഅലൈഹിം ഗളബും മിനല്ലാഹി വലഹും അദാബുൻ അദീം, അല്ലാഹുവിന്റെ കോപം അയാളുടെ മേൽ ഉണ്ടായിരിക്കുന്നതാണ്, അവന് വലിയ വേദനയേറിയ ശിക്ഷയും ഉണ്ടായിരിക്കുന്നതാണ്. അപ്പോ നമ്മൾ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം നമുക്ക് നന്മ ചെയ്യുവാനും തിന്മ ചെയ്യുവാനുമുള്ള സ്വാതന്ത്ര്യം റബ്ബ് സുബ്ഹാനഹു തആല നമുക്ക് നൽകിയിട്ടുണ്ട്. നമുക്ക് പ്രവർത്തിക്കാം, നമുക്ക് നല്ലത് ചെയ്യണമെങ്കിൽ നല്ലത് ചെയ്യാം, ചീത്തത് ചെയ്യണമെങ്കിൽ അതും ചെയ്യാം. രണ്ടിനുമുള്ള സ്വാതന്ത്ര്യം റബ്ബ് സുബ്ഹാനഹു തആല നമുക്ക് നൽകിയിട്ടുണ്ട്. ഏതും തിരഞ്ഞെടുക്കാനുള്ള അവസരവും നമുക്കുണ്ട്. അപ്പൊ നല്ലത് ഏതാണെന്ന് മനസ്സിലാക്കുകയും അതിലേക്ക് എത്തിപ്പെടുകയുമാണ് ഒരു മനുഷ്യൻ ചെയ്യേണ്ടത്. അതിനു വേണ്ടിയാണ് അവൻ പ്രയത്നിക്കേണ്ടത്. നന്മ കണ്ടെത്തി അത് ജീവിതത്തിൽ പ്രവർത്തിക്കുമ്പോൾ അതിലേക്കുള്ള മാർഗങ്ങൾ അല്ലാഹു സുബ്ഹാനഹു തആല ജീവിതത്തിൽ എളുപ്പമാക്കി തരുന്നതായിരിക്കും. അതേ രീതിയിൽ തന്നെ തിന്മയിലേക്ക് വഴിതെറ്റിപ്പോയിക്കൊണ്ട് അത് ജീവിതത്തിൽ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ അതിലേക്കുള്ള മാർഗങ്ങളും അള്ളാഹു അവന് തുറന്നു കൊടുക്കുന്നതായിരിക്കും. അള്ളാഹു അത്തരത്തിലുള്ള ഹതഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ നിന്ന് നമ്മെല്ലാം കാത്തുരക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് നന്മയിൽ മുന്നേറുവാനും അത് കൂടുതൽ ചെയ്യുവാനുമുള്ള ഒരു അവസരങ്ങൾ അത് നമ്മൾ ഉണ്ടാക്കിയെടുക്കേണ്ടതുണ്ട്. അതിനുവേണ്ടി നമ്മൾ മനഃപൂർവ്വം ബോധപൂർവം നമ്മൾ മെനക്കെടേണ്ടതുണ്ട്. അള്ളാഹു അത്തരത്തിൽ നന്മയുടെ വക്താക്കളായി മാറുന്ന യഥാർത്ഥ വിശ്വാസികളുടെ കൂട്ടത്തിൽ നമ്മെല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതം എടുത്തു നോക്കുകയാണെങ്കിൽ നന്മകളിൽ മുന്നേറി പിന്നീട് അവസാനം നന്മകളിലേക്കുള്ള വഴികൾ റബ്ബ് സുബ്ഹാനഹു തആല തുറന്നു കൊടുത്തതായി നമുക്ക് കാണാൻ കഴിയും. സലഫുകളിൽ നിന്നും ആരുടെയും ജീവിതം എടുക്കുകയാണെങ്കിൽ ആ രീതിയിൽ നന്മയിൽ മുന്നേറുകയാണെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു തആല അവരുടെ ജീവിതത്തിൽ നന്മകൾ തുറന്നു കൊടുക്കുന്ന രീതി നമുക്ക് കാണാൻ കഴിയും. ആ ഒരു രീതിയിൽ തന്നെയാണ് നമ്മുടെ ജീവിതവും നമ്മൾ ക്രമീകരിക്കേണ്ടത്. നന്മകളിൽ മുന്നേറുമ്പോൾ അല്ലാഹു അതിലേക്കുള്ള മാനസികാവസ്ഥയും അത് ചെയ്യുവാനും അത് പ്രവർത്തിക്കുവാനും അതിൽ മുന്നേറുവാനുമുള്ള താല്പര്യങ്ങളും നമുക്ക് നൽകുന്നതായിരിക്കും. അല്ലാഹു അത്തരക്കാരുടെ കൂട്ടത്തിൽ നമ്മെല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വസല്ലല്ലാഹു വസല്ലം അലാ നബീന മുഹമ്മദ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.